എൻ്റെ ഓഫീസിലെ ബെസ്റ്റ് ആയിരുന്നു സൂനി. ജോർദാനി ആയിരുന്നു അവൾ. ഞങ്ങളുടെ ഫേവറേറ്റ് ടൈം ആയിരുന്നു ഈവനിങ്ങിലെ കോഫി ബ്രേക്ക്. ഞങ്ങൾ ഒരുമിച്ചാണ് ബ്രേക്ക് എടുക്കാറ്. ആ സമയത്താണ് ഞങ്ങളുടെ മെയിൻ ഗോസിപ്സും വിശേഷങ്ങളും സ്ട്രെസ്സും എല്ലാം ഷെയർ ചെയ്യാറ്. ലഞ്ച് ബ്രേക്ക് പിന്നെ എല്ലാവർക്കും കോമൺ ടൈം ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് അർമാദിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഈവനിങ്ങിൽ ഈ കോഫി ബ്രേക്കിലാണ് ഞങ്ങൾ നല്ലോണം മുതലെടുക്കാറ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ മാനേജർ വന്നു അങ്ങോട്ട്. സൂനിയാണ് കോഫി ഉണ്ടാക്കാറ് എപ്പോഴും. അവൾ അടിപൊളിയായിട്ട് കോഫി മിക്സ് ചെയ്യും. അല്ലാതെ എനിക്ക് മടിയായതുകൊണ്ടൊന്നല്ല കേട്ടോ, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അന്നും അവളിങ്ങനെ പതിവ് പോലെ കോഫി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പുള്ളി വന്നത്. എന്നിട്ട് വളരെ പൊളൈറ്റായിട്ട് പുള്ളി അവളോട് ചോദിച്ചു, ഹേ മിസ് സൂനി, വുഡ് യു മൈൻഡ് ആഡിങ് എ ബിറ്റ് മോർ വാട്ടർ പ്ലീസ്? അവൾ ഷോ വൈനോടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം കൂടി അങ്ങനെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി കോഫി ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങ് കൊടുക്കാൻ തുടങ്ങി. എത്ര ഷുഗർ വേണം, പുള്ളിക്ക് എത്ര സ്ട്രോങ് ആയിട്ട് കോഫി വേണം, അങ്ങനെയൊക്കെ വളരെ പൊളൈറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പം തന്നെ നമ്മുടെ സൂനി ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മിസ് റഹ്മത്ത്, വൈ ഡോണ്ട് യു ഹെൽപ്പ് യുവർ സെൽഫ് ആഫ്റ്റർ വി ആർ ഡൺ? ഞാൻ ഷോക്കായിപ്പോയി. അവൾ ഇത്ര സ്മാർട്ടായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റിയത്. എനിക്ക് മനസ്സിലായേ ഇല്ല പുള്ളി അവളെ കൊണ്ട് കോഫി ഉണ്ടാക്കിപ്പിക്കാൻ നോക്കണേന്ന്. ഇനി അവളോട് പകരം പുള്ളി എന്നോടെങ്ങാനാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ബോധോദയം ഉണ്ടാവണേ. പുള്ളിക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ പണിയെന്ന്. ആരെങ്കിലും മുഖത്തൊക്കെ ചീത്ത വിളിച്ചാലും മിനിമം ഒരു 1-2 വർഷമെങ്കിലും എനിക്ക് എടുക്കും അത് പ്രോസസ്സ് ചെയ്ത്, അയ്യോ ഇയാൾ എന്നെ ചീത്ത വിളിച്ചതാണല്ലോ